ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് സഹോദരന്മാർ മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇതുപോലെ മുസ്ലിം സഹോദരന്മാർ ഈ സന്ദർഭത്തിൽ മക്കയിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. കൊല്ലം തോറും നടന്നു വരുന്ന ഇസ്ലാമിലെ അതിപ്രധാനമായ ഒരു ഇബാദത്താണ്, ആരാധനാ കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഈ ഹജ്ജിന്റെ പ്രാധാന്യം പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, അല്ലാഹുവിന്റെ ഈ ഭവനത്തെ തേടി ഹജ്ജ് കർമ്മത്തിനു വേണ്ടി വരിക എന്നുള്ളത് മനുഷ്യർ അള്ളാഹുവിനെ ചെയ്തു കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു ആജ്ഞയാണ്. മനിസ്തതാഅ ഇലൈഹി സബീല, ആ കർമ്മം നിർവഹിക്കാൻ സാധിക്കുന്നവർക്കെല്ലാം, ആർക്കെല്ലാമാണോ ആ കർമ്മം നിർവഹിക്കാൻ സാധിക്കുന്നത്, അതിനുള്ള ഉപാധികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അവന്റെ ജീവിതത്തിൽ ഈ ഭവനത്തിങ്കിൽ വന്ന് അള്ളാഹു നിർദ്ദേശിച്ച ഹജ്ജ് കർമ്മം ചെയ്യണം എന്നത് അള്ളാഹുവിന് അവൻ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളിൽപ്പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, തുടർന്നുകൊണ്ട് പറഞ്ഞത്, അള്ളാഹുവിനോടുള്ള ഈ ബാധ്യത നിറവേറ്റാതെ ആരെങ്കിലും നന്ദികേട് കാണിച്ച് കുഫറിൽ അകപ്പെടുകയാണ് എങ്കിൽ അത്തരം ആളുകളെ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അത്തരം ആളുകളുടെ ഔദാര്യമോ അവരുടെ എന്തെങ്കിലും സേവനമോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യമില്ല. അള്ളാഹു അവരെ സംബന്ധിച്ചിടത്തോളം അനാശ്രയനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്തു കൊടുക്കേണ്ട ഈ ബാധ്യത നിർവഹിക്കാൻ കടപ്പെട്ടവരായ ആളുകൾ അത് നിർവഹിക്കുന്നില്ല എങ്കിൽ അതൊരു കുഫ്റാണ്, അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേടാണ്, സത്യനിഷേധമാണ്, അതൊരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല
വ്യക്തമാക്കി. വലിയ പ്രാധാന്യമാണ് ഈ കർമ്മത്തിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അതിന്റെ ആ ഇസ്ലാമിലെ സ്ഥാനം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ, അർക്കാനുകളിൽ ഒന്നാണല്ലോ ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജിൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ബുനിയൽ ഇസ്ലാമു അലാ 5 അടിസ്ഥാന തൂണുകളിലാണ് ഇസ്ലാമിന്റെ കെട്ടിടം പണിതിരിക്കുന്നത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദാണ് അതിന്റെ അസ്ഥിവാരം. പിന്നെ ഇഖാമുസ് സ്വലാ വ ഈതാഉസ് സക്കാ, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, വ സൗമി റമളാൻ, റമളാനിലെ വ്രതാനുഷ്ഠാനം നിർവഹിക്കുക, വ ഹജ്ജിൽ ബൈത്ത്, അള്ളാഹുവിന്റെ ഭവനത്തെ ഉദ്ദേശിച്ച് ലക്ഷ്യം വെച്ച് വന്നുകൊണ്ട് അവിടെ നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ച ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കുക. ഇങ്ങനെ 5 കാര്യങ്ങളിലാണ് ഇസ്ലാം പടിതുയർത്തിയിരിക്കുന്നത് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അതിന്റെ പുണ്യവും പ്രതിഫലവും എത്രത്തോളം മഹത്തരമാണ് എന്നും റസൂൽ വെളിപ്പെടുത്തി. മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമ വലദതുഹു ഉമ്മുഹു. ഒരാൾ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ ഹജ്ജിന്റെ ആത്മാവിന് കോട്ടമൊന്നും ഏൽപ്പിക്കാതെ മറ്റു തരത്തിലുള്ള അവന് ഭൂഷണമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നെല്ലാം തന്നെ വിട്ടകന്നുകൊണ്ട് ആ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ അവൻ മാതാവിന്റെ വയറ്റിൽ നിന്ന് ജനിച്ച ശുദ്ധനായ ശിശുവിനെ പോലെ കുറ്റങ്ങളൊന്നുമില്ലാതെ വിശുദ്ധിയോടുകൂടി മടങ്ങും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രത്തോളം പുണ്യം ആ കർമ്മത്തിന് ഉണ്ട് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇത്രയേറെ പ്രാധാന്യത്തോടുകൂടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിച്ച ഒരു മഹത്തായ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ പ്രദേശങ്ങളിൽ നിന്നുമുള്ള മുസ്ലിം സഹോദരന്മാർ ഈ സമയമെത്തുമ്പോൾ പരിശുദ്ധ മക്കയിലേക്ക് യാത്ര പോകുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം തന്നെ തീർത്ഥയാത്ര എന്നാണ്. പരിശുദ്ധ കഅബ ഷരീഫിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഹറമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന ഒരു തീർത്ഥയാത്രയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ്. ഒരു പരമമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക, ആ ലക്ഷ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര പോവുക, ഇതാണ് ഹജ്ജ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കർമ്മം നിർവഹിക്കുക എന്നുള്ളത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതായിരുന്നു എന്ന് നമുക്കറിയാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കൽപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ മാത്രം നിർദ്ദേശിച്ച ഒരു കാര്യം ആയിരുന്നില്ല ഇത്. 4500 വർഷങ്ങളോളം ഈ മഹത്തായ കർമ്മത്തിന് പഴക്കമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണല്ലോ ഈ കഅബാലയം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഭവനത്തെ പണിതത്. ആ പണിതതിന്റെ ലക്ഷ്യമെന്തായിരുന്നു, അതിന്റെ വികാരമെന്തായിരുന്നു, അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു എന്നീ കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പല സൂറത്തുകളിലുമായി വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ഇന്ന പ്രദേശത്ത് ഒരു ഭവനമുണ്ടാക്കണമെന്നും അവിടെ ഒരു ദേവാലയം പണിയണമെന്നും ആ ദേവാലയം പണിതതിന് ശേഷം അള്ളാഹുവിന്റെ ഒരു ആലയം, ഒരു ആരാധനാലയം പണിതതിന് ശേഷം വിശ്വാസികളെ ആ പ്രദേശത്തേക്ക് ഹജ്ജിനു വേണ്ടി ക്ഷണിക്കണം എന്നുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നേരിട്ട് ലഭിച്ചതായിരുന്നു. വൈദ് ബവ്വഇനാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്, ഈ ബൈത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഭവനത്തിൻ്റെതായ ഈ സ്ഥലം ഇബ്രാഹീമിന് നാം സൗകര്യപ്പെടുത്തി കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇറാഖിൽ ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീനിന്റെ സന്ദേശവുമായി കൊണ്ട് ദിക്കുകളിലൊക്കെ അന്ന് സഞ്ചരിക്കുകയുണ്ടായി. അന്ന് ജനവാസമുള്ള അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന
പ്രദേശങ്ങളിലേക്കെല്ലാം തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിന്റെ സന്ദേശവുമായി കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം യാത്ര പുറപ്പെടുകയും അവിടങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അത്ഭുതവഹമായ ആ പ്രവർത്തനത്തെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിൽ നിന്ന് പുറപ്പെടുന്നു, അദ്ദേഹം ജോർഡാനിൽ വരുന്നു, അതുപോലെ തന്നെ പലസ്തീൻ പ്രദേശങ്ങളിൽ വരുന്നു, ഈജിപ്തിൽ വരുന്നു, അതുപോലെ മക്കായിൽ വരുന്നു. ഈ പ്രദേശങ്ങളൊക്കെ തന്നെ പണ്ടുകാലങ്ങളിലെ സാർത്ഥവാഹക സംഘങ്ങൾ സഞ്ചരിക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ചുകൂടി താമസിക്കുകയും അല്ലെങ്കിൽ അതുപോലെയുള്ള സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വഴിയോരങ്ങളിൽ നിലനിൽക്കുകയും ചെയ്തിരുന്ന പ്രദേശങ്ങളാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൂടെയെല്ലാം കടന്നു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഈ കഅബ സ്ഥിതി ചെയ്യുന്ന പ്രത്യേക സ്ഥലത്ത് വന്നുകൊണ്ട് അവിടെ ഒരു ആരാധനാലയം പണിയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയപ്രകാരമാണ് അങ്ങോട്ടേക്ക് നിയോഗിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ പ്രദേശത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം തന്റെ മകനെയും കൂട്ടി മൂത്ത മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെയും കൂട്ടിയാണ് ഈ കഅബാലയം പണിയുന്നത്. ആ കഅബാലയം പണിതതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തരവുണ്ടാവുകയാണ്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ജനങ്ങൾക്ക് ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുക, അറിയിപ്പുകൾ കൊടുക്കുക. യഅ്തൂക റിജാലൻ, അങ്ങനെ കാൽനടയായിക്കൊണ്ട് ആളുകൾ പല പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ വന്നെത്തും. വഅലാ കുല്ലി ളാമിരിൻ, ദീർഘമായ വഴിത്താരകൾ താണ്ടി മൃഗങ്ങളുടെ ഒട്ടിമെലിഞ്ഞ മൃഗങ്ങളുടെ പുറത്ത് സഞ്ചരിച്ചുകൊണ്ടും അവർ ഈ കഅബാലയത്തിൽ വന്നെത്തും. വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വളരെ ദിക്ക് ദൂരങ്ങളിൽ നിന്ന് ആളുകൾ പ്രയാസങ്ങളും സാഹസങ്ങളും സഹിച്ചുകൊണ്ട് ഈ ഭവനത്തിങ്കൽ വന്ന് ഹജ്ജ് ചെയ്യുന്ന ഒരു അവസ്ഥ സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഹജ്ജിനു വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നു. അപ്പോൾ 4500 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിനു വേണ്ടി വിളംബരം ചെയ്യുകയും അറിയിപ്പ് കൊടുക്കുകയും അതിനെ തുടർന്നുകൊണ്ട് ആളുകൾ ഈ കഅബാലയത്തിൽ വന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ സമൂഹങ്ങൾ വിവിധ കാലഘട്ടങ്ങളിൽ ആയിക്കൊണ്ട് ഈ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മവും ആരാധനാ രീതിയുമൊക്കെ ഇവിടെ നടപ്പിലുണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ആളുകളെ ക്രമേണയായി ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ, ഏതൊരു ഉദ്ദേശത്തെ മുൻനിർത്തിയാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഭവനത്തെ പണിതത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു സന്ദേശത്തിന്റെ കേന്ദ്രമായി തീരണമെന്നാണോ ഈ ഭവനത്തെ സംബന്ധിച്ച് ഉദ്ദേശിച്ചിരുന്നത്, ആ ലക്ഷ്യങ്ങൾക്ക് തികച്ചും വിരുദ്ധമായ രീതിയിൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ തന്നെ പ്രതിമകൾ ഉണ്ടാക്കി കഅബാലയത്തിൽ സ്ഥാപിക്കുകയും അതിന്റെ ചുറ്റും ഒരുപാട് ബിംബങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ബിംബാരാധനയുടെ ഒരു കേന്ദ്രമാക്കിക്കൊണ്ട് അതിനെ മാറ്റുകയുമാണ് ഉണ്ടായത് എന്നും ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ആ സന്ദർഭത്തിലാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നതും തൗഹീദിന്റെ കേന്ദ്രം എന്നുള്ള കഅബാലയത്തിന്റെ സ്ഥാനം പുനഃസ്ഥാപിക്കുന്നതും ആ അടിസ്ഥാനത്തിൽ ഈ ഹജ്ജ് കർമ്മം അതിന്റെ തനതായ സ്പിരിറ്റോടും ചൈതന്യത്തോടും കൂടി നിലനിർത്തുന്നതിന് ആവശ്യമായ ഏർപ്പാടുകളും സംവിധാനങ്ങളും ചെയ്തു വെക്കുന്നത് എന്നും ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ കേന്ദ്രമായി കാലാകാലം നിലനിൽക്കണം എന്നുദ്ദേശിച്ച ആ ഭവനത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഒരു തീർത്ഥാടനത്തിനുള്ള ആഹ്വാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുഴക്കിയതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശരിയായ ചൈതന്യത്തോടുകൂടി സ്ഥാപിച്ച് നിലനിർത്തുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചതും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ തൗഹീദി കേന്ദ്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ തൗഹീദിന്റേതായ ചൈതന്യവും സ്പിരിറ്റും സന്ദേശവും ഉൾക്കൊണ്ടുകൊണ്ട്
ലോകത്ത് മുഴുവൻ തന്നെ അതിന്റെ പ്രകാശം പരത്തുന്ന ഒരു സമൂഹം എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിത്തീരണം എന്നാണ് ഈ ഹജ്ജിന്റെയും ഹജ്ജ് കർമ്മങ്ങളുടെയും എല്ലാം പിന്നിലുള്ള ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വരേണ്ടതുണ്ട്, ഈ കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ടതുണ്ട്. ആരാണ് ഇതെല്ലാം തന്നെ പണിതുണ്ടാക്കിയത്, ഇതിന്റെ പിന്നിലുള്ള ചരിത്രങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭവനം നിർമ്മിക്കപ്പെട്ടത്, ആ ലക്ഷ്യത്തെ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവാചകനും അനുയായികളും ഏതെല്ലാം പ്രദേശങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ചു, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സന്ദേശം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി അവരെന്തെല്ലാം രീതികളാണ് സ്വീകരിച്ചത്, ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് അവർ ഈ ഭവനം സന്ദർശിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും, ഹജ്ജ് നിർബന്ധമാക്കാനുള്ള ഉത്തരവ് അവർക്ക് നൽകുന്നതോടൊപ്പം തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ സഞ്ചരിച്ചുകൊണ്ടും അതുപോലെ തന്നെ കാൽനടയായും ഇവിടെ വരും, വാഹനത്തിലേറിക്കൊണ്ടും കാൽനടയായും ഇവിടെ വരും എന്ന് പറഞ്ഞതോടൊപ്പം ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം എന്നുകൂടി പരിശുദ്ധ ഖുർആൻ കൂട്ടി പറഞ്ഞത്. എന്തിനു വേണ്ടിയാണ് അവർ ഇവിടെ വരുന്നത്? ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് പ്രയോജനപ്രദമായ രീതിയിലുള്ള പല കാര്യങ്ങൾക്കും അവർ ദൃക്സാക്ഷികളാകുന്നതിന് വേണ്ടിയും അതവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയുമാണ് അവർക്ക് ഈ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുള്ളത്. വയദ്കുറു ഇസ്മല്ലാഹ്, അതുപോലെ തന്നെ പ്രത്യേകമായ ചില ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ സ്മരിച്ചുകൊണ്ട് അവനെ വാഴ്ത്തിക്കൊണ്ട് അവന്റെ ദാസന്മാരും അടിയാറുകളുമാണ് ഞങ്ങൾ എന്നും അവനാണ് ഞങ്ങൾക്ക് സർവസ്വമെന്നും അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നും ഞങ്ങളുടെ ജീവിതം അവന്റെ ഇഷ്ടത്തിനു വേണ്ടി വിട്ടുകൊടുക്കാനുള്ള ത്യാഗത്തിനും അർപ്പണത്തിനും ഞങ്ങൾ തയ്യാറാണെന്നുമുള്ള പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയാണ് അവർക്ക് ഹജ്ജ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നും പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നു. നാം ആലോചിച്ചു നോക്കുക, ഇന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ആളുകളെ ഏറ്റവും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പറ്റുന്നവരാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രത്യേക ട്രെയിനിങ്ങുകൾ ഇന്ന് സാർവത്രികമായി നടത്താറുണ്ട്. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അങ്ങനെ മനുഷ്യരിൽ നിന്ന് ഓരോ പ്രത്യേകമായ തൊഴിലിന് പറ്റുന്ന ആളുകളെ പ്രത്യേക ട്രെയിനിങ്ങും അതുപോലെ പരിശീലനവും നൽകിക്കൊണ്ട് പ്രാപ്തരാക്കി തീർക്കുക എന്നുള്ളത് ആധുനിക മാനേജ്മെന്റ് ശാസ്ത്രത്തിലെ ഏറ്റവും പ്രചാരം സിദ്ധിച്ച ഒരു ശാഖയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിൽ വലിയ വലിയ യോഗ്യരായ ആളുകളെ ഓരോ സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് വിധേയമാക്കുകയും അങ്ങനെ അവർക്ക് പ്രത്യേക പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ സേവനങ്ങളെയും അതുപോലെ അവരുടെ കഴിവുകളെയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ആധുനിക മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രചാരം സിദ്ധിച്ച ഒരു രീതിയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ ആശയം യഥാർത്ഥത്തിൽ വളരെ നൂറ്റാണ്ടുകൾക്കോ സഹസ്രാബ്ദങ്ങൾക്കോ മുമ്പ് തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹജ്ജ് എന്ന് പറയുന്ന കർമ്മത്തിന് പുറപ്പെടുന്നത് ഓരോ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളായിരിക്കും. ഓരോ പ്രദേശങ്ങളിൽ നിന്ന് 2 ആളും 3 ആളും അതുപോലെ തന്നെ 10 ആളും 15 ആളും 25 ആളും ഒക്കെയാണ് പണ്ടുകാലം മുതൽ തന്നെ ഹജ്ജിന് പോവാറുള്ളത്. അതുപോലെ ഇന്ന് കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ സാധ്യതകളുമുള്ള ആളുകൾ വർദ്ധിച്ചതിനാൽ 100കണക്കിലും 1000കണക്കിലുമൊക്കെ ആളുകൾ ഓരോ പ്രദേശങ്ങളിൽ നിന്നും പോകുന്ന രീതിയും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകൾ പോകുന്നതോടുകൂടിയും വരുന്നതോടുകൂടിയും ഒരു പ്രത്യേകമായ പ്രദേശത്ത് ഒരുമിച്ച് കൂടുന്നതോടുകൂടിയുമൊക്കെ എന്താണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ യാത്ര അവർക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് തീർച്ചയായും തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. യാത്ര എന്ന് പറയുന്നത് 2 തരത്തിലുള്ള യാത്രകൾ നമുക്ക് സാധാരണഗതിയിൽ അറിയാവുന്നതാണ്. ഒന്ന്, ഒരു മനുഷ്യൻ അവന്റെ വിനോദത്തിന് വേണ്ടി, മാനസികമായ ഉല്ലാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിലെ അവന്റെ ഈ ബോറോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു തരത്തിലുള്ള അവന്റെ വിരസതയോ ഒക്കെ അകറ്റുന്നതിന് വേണ്ടി, മാനസികമായ ഒരു ആനന്ദം കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന തരത്തിലുള്ള യാത്രകളുണ്ട്. വിനോദയാത്രകൾ എന്ന് നാം അവയെ വിളിക്കുന്നു. അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാം.
വേറെ ചില യാത്രകൾ മനുഷ്യൻ അവന്റെ ഭൗതികമായ ചില താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രകളാണ്. സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് കച്ചവടാവശ്യാർത്ഥമോ തൊഴിലാവശ്യാർത്ഥമോ അതുപോലെയുള്ള ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ ആളുകളെ യാത്രകൾ സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ പരിമിതമായ ചില ലക്ഷ്യങ്ങൾ, പരിമിതമായ രീതിയിലുള്ള ചില നേട്ടങ്ങൾ മനുഷ്യൻ ഉദ്ദേശിക്കുന്നു. ആ നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള യാത്രകളിൽ അവൻ മുഴുകുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു. പക്ഷേ ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു യാത്രയാണ്. ഇത് മനുഷ്യൻ അവന്റെ ഭൗതികമായ ഒരു താല്പര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും ഒരു വിനോദത്തെ ഉദ്ദേശിച്ചുകൊണ്ടോ നടത്തുന്ന ഒരു യാത്രയല്ല. നേരെ മറിച്ച് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. ആ കൽപ്പന എനിക്ക് ഉണ്ട്, ഞാൻ അത് അനുസരിക്കേണ്ടതുണ്ട്. ഞാൻ അവന്റെ ദാസനാണ്, അവൻ എന്നെ വിളിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവന്റെ ആ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞാൻ അവിടെ എത്തേണ്ടതുണ്ട് എന്ന അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിന്റെ പേരിൽ മാത്രം ചെയ്യുന്ന ഒരു യാത്രയാണ്. ഈ യാത്രയാവട്ടെ അവന് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന യാത്രയല്ല, നേരെ മറിച്ച് സാമ്പത്തികമായ നഷ്ടങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അവന് ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങളോ സുഖങ്ങളോ ആസ്വദിക്കാൻ പറ്റുന്ന യാത്രയല്ല, നേരെ മറിച്ച് അതിൽ നിന്നെല്ലാം തന്നെ വിട്ടകന്നു നിൽക്കാനാണ് ഈ യാത്രയിൽ അവനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ യാത്ര ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സാധാരണഗതിയിൽ അനുവദനീയമായ സുഖങ്ങൾ പോലും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാകണം എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. അവനെ ഇഷ്ടം പോലെ വസ്ത്രധാരണം ചെയ്യാൻ പറ്റുകയില്ല. അവന്റെ സുഖാഡംബരങ്ങളോ അല്ലെങ്കിൽ അവന്റെ സൗകര്യങ്ങളോ ഒന്നും പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതി ഒരിക്കലും ഈ യാത്രയിൽ അവന് ഭൂഷണമല്ല. അവൻ ധരിക്കേണ്ടത് സാധാരണ പാവപ്പെട്ടവനായ ഒരു മനുഷ്യൻ ധരിക്കുന്ന 2 കഷ്ണം തുണികൾ, ഇതാണ് ഒരു പുരുഷനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ധരിക്കാൻ പാടുള്ളൂ. അവന്റെ തലമറക്കാൻ പാടില്ല, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, കുടുംബജീവിതം നയിക്കാൻ പാടില്ല, ലൈംഗികമായ ബന്ധങ്ങൾ പാടില്ല, അത്തരത്തിലുള്ള സംസാരങ്ങൾ പാടില്ല. ഇങ്ങനെ അവന്റെ ജീവിതത്തിൽ സാധാരണഗതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അനുവദിച്ച പല ആഹ്ലാദങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ നിർത്തിവെക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ വരണം, ഇവിടെ എത്തിച്ചേരണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടതുമായ ഒരു യാത്രയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടും ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടുമുള്ള ഒരു യാത്രയാണ് ഈ ഹാജി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഈ മഹത്തായ ഒരു ലക്ഷ്യം അവന്റെ മനസ്സിൽ ഉള്ളതുകൊണ്ട് അവന്റെ ജീവിതത്തെ അതനുസരിച്ചുകൊണ്ട് അവൻ പാകപ്പെടുത്തുന്നു. ഞാൻ മഹത്തായ ഒരു കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്, വലിയ ഒരു ബാധ്യതയാണ് ഈ ഹജ്ജിലൂടെ ഞാൻ നിർവഹിക്കാൻ പോകുന്നത്, അതുകൊണ്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു വിശുദ്ധി എനിക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു തോന്നൽ ഇത്തരത്തിലുള്ള ഹാജിമാരുടെ മനസ്സുകളിൽ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ജീവിതത്തെ അവർ സംസ്കരിക്കാൻ ആ കാലഘട്ടം മുതൽ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു. അവന് ആരോടെങ്കിലുമുള്ള ഇടപാടുകൾ ഉണ്ടെങ്കിൽ ആ ഇടപാടുകൾ അവൻ തീർക്കുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും പ്രയാസപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും മുഷിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരം ആളുകളെ പോയി കാണുന്നു, അവരുടെ മനസ്സിനെ സന്തോഷപ്പെടുത്തുന്നു. ആ രീതിയിൽ അവന്റെ ബാധ്യതകളെല്ലാം തന്നെ തീർത്തുകൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് പോവുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണ് എന്ന് പറയുന്ന ഒരു നിശ്ചയത്തോടുകൂടി ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഒരു ദിശ നിർണയിക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു പുതിയ ഒരു സ്റ്റെപ്പിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതാണ് ഹജ്ജിന് പുറപ്പെടുന്നതോടുകൂടി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നാനാഭാഗത്തുമുള്ള ആളുകൾ അവർ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ സ്വാഭാവികമായും അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ കൂട്ടുകാർക്കും അവർ ബന്ധപ്പെടുന്ന വിഭാഗങ്ങൾക്കും എല്ലാം തന്നെ ഈ രൂപത്തിലുള്ള ഒരു ആത്മീയമായ ബോധവും ആത്മീയമായ ഒരു ചിന്തയും ഒരു വീണ്ടു വിചാരവും എല്ലാം തന്നെ ഉണ്ടായിത്തീരാൻ അത് സഹായകമായി തീരുന്നു. അങ്ങനെ അവനെ യാത്ര അയക്കുകയോ അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ഈ ആത്മീയതയുമായിട്ടും ഈ മഹത്തായ ഹജ്ജ് കർമ്മവുമായിട്ടും അതിന്റെ സ്മൃതികളുമായിട്ടും കൂടുതൽ കൂടുതൽ ബന്ധപ്പെടാൻ അത് ഇടവരുത്തുന്നു. അപ്പോൾ ആദ്യം മുതൽ തന്നെ പുറപ്പെടുന്നതോടുകൂടി തന്നെ ഈ വ്യക്തിയിൽ എന്തെന്നില്ലാത്ത തരത്തിലുള്ള ഒരു മാറ്റത്തിന്റെ തുടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം സഹോദരന്മാർ അവരെ ഒരു പ്രദേശത്തേക്ക് അടുത്തു വരുമ്പോൾ ആ അടുക്കും തോറും അവരുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ കർശനമാക്കി തീർക്കുന്ന തരത്തിലുള്ള ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് അവിടെ കാണാം. അതിന്റെ ഭാഗമാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, അവരുടെ വേഷം എന്താവട്ടെ, അവരുടെ ഭാഷ എന്താവട്ടെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സംസ്കാരവും ഏത് തരത്തിലുള്ള ജീവിത രീതിയും ശീലിച്ചവരാവട്ടെ, പിന്നീട് ഒരു പ്രത്യേകമായ ഒരു പ്രദേശം എത്തുന്നത് വരെ ആ എത്തിക്കഴിഞ്ഞതിന്
ശേഷം അവരുടെ വേഷം ഒന്നായിരിക്കണം. എല്ലാവരും ഒരേ ഒരു വേഷം തന്നെ ധരിച്ചിരിക്കണം. ആ ഒരു വേഷം ധരിച്ചുകൊണ്ടേ അവർ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ള കർശനമായ നിർദ്ദേശം അവർക്ക് ലഭിക്കുന്നു. അതേപോലെ തന്നെ അവർ ഉരുവിടുകയും പറയുകയും ചെയ്യുന്ന മുദ്രാവാക്യവും ഒന്നായിരിക്കണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറയുന്ന ഈ മുദ്രാവാക്യം ഇതായിരിക്കണം അവരെല്ലാവരും ഒരേപോലെ ഏറ്റു പറയേണ്ടത്. അവരുടെ ഭാഷ എന്താവട്ടെ, ഏത് സംസ്കാരക്കാരാവട്ടെ, ഏത് തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നവരാവട്ടെ, അവരെല്ലാവരും വിളിക്കേണ്ടതും പറയേണ്ടതും ഈ ഒരു മുദ്രാവാക്യം മാത്രമായിരിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെടുന്നു. അവരുടെ ജീവിതത്തിന് ചില വ്യവസ്ഥകൾ വെക്കുന്നു. അവർക്ക് മുടിമുറിക്കാൻ പാടില്ല, അവർക്ക് നഖം മുറിക്കാൻ പാടില്ല, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ തന്നെ തലമറച്ചുകൊണ്ട് നടക്കാൻ പാടില്ല, അവരുടെ ശരീരത്തിന്റെ പ്രത്യേകമായ ഭാഗങ്ങളെല്ലാം തന്നെ വെളിപ്പെട്ടുകൊണ്ടുണ്ടാവണം. ഈ രീതിയിൽ അവർക്ക് ഒരു അച്ചടക്കത്തിന്റേതായ, ഒരേ തരത്തിലുള്ള അങ്ങേയറ്റത്തെ ഒരു ലാളിത്യത്തിന്റേതായ പല പാഠങ്ങളും പഠിപ്പിക്കുകയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലളിത ജീവിതം എന്താണ്, അതുപോലെ തന്നെ ഞാൻ ആരാണ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിനീതനായ ഒരു ദാസനാണ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന മുദ്രാവാക്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്ന രീതിയിൽ അവന് വിനയം പഠിപ്പിക്കുകയും അവന് ആത്മീയത പഠിപ്പിക്കുകയും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത അവനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രൂപത്തിലാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം സഹോദരന്മാർ അവരുടെ രീതി, അവരുടെ വസ്ത്രധാരണം, അതുപോലെ തന്നെ അവരുടെ ഭാഷ, അവരുടെ എല്ലാം വ്യത്യസ്തമായിരുന്ന ഒരു ജനസമൂഹം, അവരെല്ലാവരും പിന്നീട് അവർക്ക് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒന്നാണ്, ഞങ്ങളെല്ലാവരും ഒരു കേന്ദ്രത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ജീവിക്കുന്നവരാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും റബ്ബ് ഒന്നാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രവാചകൻ ഒന്നാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും കിതാബ് ഒന്നാണ്, ഞങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള വൈജാത്യമോ വൈവിധ്യമോ ഇല്ല എന്ന സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയുമായ സന്ദേശം ഈ ലോക സമൂഹത്തെ മുഴുവൻ തന്നെ പഠിപ്പിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്നവരായ ആളുകൾ, പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങളുമുള്ളവരായ ആളുകൾ, മേൽക്കോയ്മയിൽ വസിക്കുന്ന ആളുകൾ, രാജാക്കന്മാര്, മന്ത്രിമാര്, ആ രൂപത്തിലുള്ള ആളുകൾ ഒരു വശത്ത്, സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ ഒരു വശത്ത്, ആഫ്രിക്കയിൽ നിന്ന് വരുന്ന കറുത്തിരുണ്ടവരായ നീഗ്രോ ജനത ഒരു വശത്ത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ കുറിയവന്മാരും മൂക്ക് പതിഞ്ഞവരുമായ മറ്റൊരു വിഭാഗം ജനത ഫിലിപ്പൈൻ, ഇന്തോനേഷ്യ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങൾ ഒരേ ഒരു റബ്ബിൽ വിശ്വസിക്കുന്ന, ഒരേ ഒരു കിതാബിൽ വിശ്വസിക്കുന്ന, ഒരേ ഒരു പ്രവാചകനിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ ദാസന്മാരാണ്, ഞങ്ങളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഐക്യത്തിന്റേതായ ഒരു സന്ദേശം ഈ ഒരു വികാരം ഉണ്ടാക്കി തീർക്കുന്നു. ലോക മനുഷ്യർ മുഴുവൻ പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങളുടെ പേരിൽ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പലതരത്തിലുള്ള ഭിന്നതകളും വെച്ചുപുലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പലതരത്തിലും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വെച്ചുപുലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളാണ് മേധാവികൾ, മറ്റുള്ളവർ താന്നവരാണ് എന്ന ഉച്ചനീചത്വത്തിന്റെ വികാരങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ, ഇവിടെ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും എല്ലാവരെയും ഒരേ ഒരു സഫിൽ അണിനിരത്തിക്കൊണ്ട്, ഒരേ ഒരു ദേവാലയത്തിന്റെ ചുറ്റും ഒന്നിച്ചു നിർത്തിക്കൊണ്ട്, എല്ലാവർക്കും ഒരേ തരത്തിലുള്ള മുദ്രാവാക്യം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, പ്രത്യേകമായ ചില സ്ഥലങ്ങളിൽ മിനായിലും അറഫായിലും പോലെയുള്ള പ്രദേശങ്ങളിൽ അവരെ എല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ രീതിയിലുള്ള മഹത്തായ ഐക്യത്തിന്റെ സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ഹജ്ജ് കർമ്മത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിലെ ഒരു വിഭാഗത്തെ മാത്രമല്ല ലക്ഷ്യമിടുന്നത്, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ എല്ലാവരും ഒരുപോലെ ഇതെല്ലാം തുല്യ പങ്കാളികളായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും തവാഫുകളിലും അതുപോലെ സാഴികളിലും മിനായിലെ താമസത്തിലും അതുപോലെ തന്നെ അറഫായിലെ നിൽപ്പിലും മുസ്ദലിഫയിലെ രാപ്പാർപ്പിലും എല്ലാ കർമ്മങ്ങളിലും ആണുങ്ങളെപ്പോലെ തന്നെ പെണ്ണുങ്ങളും ഒരുപോലെ ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ മഹത്തരമാണ്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിലെ ഒരു വിഭാഗം മാത്രം അങ്ങനെ ഉണ്ടായാൽ പോരാ, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഈ ആത്മീയത ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ ഈ ആദർശം മുറുകെ പിടിക്കുകയും ഇതിന്റെ പ്രവർത്തകന്മാരായിട്ട് മാറുകയും ചെയ്യണം എന്ന് പരിശുദ്ധ
പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണ് ഈ രൂപത്തിലുള്ള പല ക്യാമ്പുകളിലും അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വെറും ഒരു ആരാധനയും അല്ലെങ്കിൽ പ്രാർത്ഥനയും അല്ലെങ്കിൽ അതുപോലെയുള്ള ദിക്റുകളും ദുആകളും മാത്രം നിർവഹിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം അവസാനിക്കുന്നില്ല. തീർച്ചയായും പ്രാർത്ഥനയും ദിക്റുകളും ദുആകളും നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും എല്ലാം അതിന്റെ മഹത്തായ കർമ്മങ്ങളാണ്. അതിന് മനുഷ്യൻ അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിക്കുകയും അവന്റെ ഈ ഹജ്ജ് കർമ്മത്തിൽ അത് വളരെ ശ്രദ്ധയോടുകൂടി കൂടുതൽ സമയം അതിനു വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വേറെയും പല കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് തവാഫ് ചെയ്യുക, കഅബയുടെ ചുറ്റും സഞ്ചരിക്കുക, അതുപോലെ തന്നെ സഫാ മറുവയുടെ ഇടയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, സഅയ് നടത്തുക, അതുപോലെ മിനായിൽ അവർ രാപ്പാർക്കണം. 2, 3 ദിവസങ്ങൾ ആ മിനായിൽ തന്നെ അവർ ഉണ്ടായിരിക്കണം, അവിടെ തന്നെ അവർ ക്യാമ്പ് അടിച്ചുകൊണ്ട് ഉണ്ടായിരിക്കണം. മുസ്ദലിഫയിൽ അവർ രാപ്പാർക്കണം, അതുപോലെ തന്നെ അവര് അറഫായിൽ നിൽക്കേണ്ടതുണ്ട്, ജംറകളിൽ പോയിക്കൊണ്ട് അവർ കല്ലെറിയേണ്ടതുണ്ട്. ഇങ്ങനെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താണോ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഈ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അപ്പടി നിർവഹിക്കാൻ സന്നദ്ധരാകുന്ന ഒരു സമൂഹത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ വാർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പുരുഷന്മാരുമുണ്ട്, കുട്ടികളുമുണ്ട്, പ്രായമായവരുമുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാ വിഭാഗം ആളുകളെയും ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് നടത്തിക്കൊണ്ട് അവരെ ആത്മീയമായി വളർത്തി, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി എന്ത് സേവനവും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന രീതിയിൽ അവരെ കൊണ്ട് ഓരോ പ്രദേശങ്ങളിലും താമസിപ്പിച്ച് കരാറുകളെടുത്ത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുന്ന അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു, ലാ ശരീക ലക് നീ മാത്രമാണ് എന്റെ നാഥൻ, നീയാണ് എന്റെ യജമാനൻ, എനിക്ക് യാതൊരു തരത്തിലുള്ള പങ്കുകാരുമില്ല എന്ന് അവനെ കൊണ്ട് പ്രഖ്യാപിച്ച് ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാസനാണ് ഞാൻ, അവൻ എന്നോട് എന്ത് കൽപ്പിക്കുകയാണെങ്കിലും ആ കൽപ്പനകൾ നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ അത് നിർവഹിക്കുക തന്നെ ചെയ്യും എന്ന പ്രതിജ്ഞ എടുപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഹജ്ജ് കർമ്മം അവസാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഓരോ വർഷം തോറും ഇങ്ങനെ ആയിരക്കണക്കിലുള്ള ലക്ഷക്കണക്കിൽ ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ലക്ഷങ്ങളെയും കവിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ആളുകൾ ഈ രീതിയിലുള്ള ഓരോ ട്രെയിനിങ് കോഴ്സുകളിലൂടെയും കടന്നു പോവുകയും സമൂഹത്തിൽ മുഴുവൻ തന്നെ അതിൻ്റെതായ ചലനങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മുടെ ആധുനിക മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഏറ്റവും ഉദാത്തമായ മാതൃകകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൂറ്റാണ്ടുകളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രീതി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മഹത്തായ കർമ്മത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ഇവിടെ നിന്ന് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ എന്ന് പറയുന്നത് അത് കേവലം ചില കാട്ടിക്കൂട്ടലുകളല്ല. ആ കാട്ടിക്കൂട്ടലുകളുടെ എല്ലാം അത് മാത്രം നിർവഹിച്ചുകൊണ്ട് മടങ്ങുന്നവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഹജ്ജിന്റെ സ്പിരിറ്റോ അതിന്റെ ചൈതന്യമോ അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നോ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരികയില്ല. അപ്പൊ അതുകൊണ്ട് കേവലം ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അവർ തിരിച്ചു വരുന്നു. പക്ഷേ ഈ കർമ്മങ്ങളുടെ പിന്നിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉദ്ദേശിച്ചത് എന്താണ്, അത് എന്തൊരു തരത്തിലുള്ള ഉദ്ദേശമാണ് അവയുടെ പിന്നിൽ ഉള്ളത് എന്ന് തീർച്ചയായും തന്നെ നമ്മൾ നമ്മൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ ഫജഅൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പത്നിയെയും കുട്ടിയെയും എല്ലാം തന്നെ ആ സംസം എന്ന് പറയുന്ന പുതിയ ആ ജലാശയത്തിന്റെ മുന്നേ ആ പരിസരത്ത് താമസിപ്പിച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, രക്ഷിതാവേ നാഥ, ആൾപ്പാർപ്പൊന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വിജനമായ പ്രദേശത്ത് ഞാൻ എന്റെ കുടുംബത്തെ താമസിപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് താമസിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ യുഖീമുസ് സ്വലാ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി നിന്റെ വീട്ടിന്റെ നിന്റെ ഭവനത്തിന്റെ നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ ചാരത്ത് നിന്നുകൊണ്ട് ഇന്ദ ബൈതിക്കൽ മുഹറം ഇന്ദ ബൈതിക്കൽ ഹറാം ഇന്ദ ബൈതിക്കൽ മുഹറം നിന്റെ പരിശുദ്ധമായ ഈ ഭവനത്തിന്റെ സമീപത്ത് റബ്ബനാ ലിയുഖീമുസ് സ്വലാ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വിട്ടേച്ചു കൊണ്ടുപോകുന്നത്. ഫജഅൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം, അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങൾ ഈ പ്രദേശത്തേക്ക് വരുന്ന രീതിയിൽ അവരുടെ മനസ്സുകളെ ഇതിനോട് നീ അടുപ്പിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. തന്റെ സന്താനങ്ങളെ ഈ പ്രദേശത്ത് നിലനിർത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റും ദുആയും അവന്റെ പ്രാർത്ഥനയും നിലനിർത്തുന്നതിന് വേണ്ടിയാണ്.
അപ്പോൾ ആ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നതിന് വേണ്ടി, ആ പ്രാർത്ഥനയ്ക്ക് ബലം നൽകുന്നതിന് വേണ്ടി ലോക ജനത മുഴുവൻ തന്നെ, ലോക ജനതയുടെ പ്രതിനിധികൾ, അവരെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഭാഷയിൽ ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അതിഥികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ അള്ളാഹുവിന്റെ അതിഥികൾ ഈ പ്രദേശത്തേക്ക് വരികയും ഇവിടെ വന്നുകൊണ്ട് ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ച് ഈ അള്ളാഹുവിന്റെ ഈ ഭവനത്തെ സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നീ ഉണ്ടാക്കി കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, രക്ഷിതാവേ ഈ പ്രദേശത്തെ നീ നിർഭയമാക്കണമേ. നിർഭയമാക്കുന്നതോടൊപ്പം തന്നെ ഞാനും എന്റെ മക്കളും ബിംബാരാധകരായി മാറാത്ത ഒരു സാഹചര്യം ഉണ്ടാവേണമേ. തൗഹീദിന്റേതായ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിക്കുന്ന, മറ്റുള്ള എല്ലാ ദുശക്തികളെയും അശേഷം ഭയപ്പെടാതെ കണ്ട് തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമുദായമായി എന്റെ മക്കളെയും എന്റെ സമുദായത്തെയും നീ ആക്കി തീർക്കണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്നുള്ള ഒരു പ്രവാചകനെ നീ നിയോഗിക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന. ഈ മക്കളിൽ നിന്ന്, ഈ സന്താനങ്ങളിൽ നിന്ന് മഹാനായ ഒരു പ്രവാചകനെ നീ നിയോഗിക്കണമേ എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ആ സ്വീകരിച്ചതിന്റെ ഭാഗമായിക്കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനായി മക്കയിൽ ജനിച്ചു. മാത്രമല്ല ഈ കഅബാലയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ കേന്ദ്രമായി മാറി. ബിംബങ്ങളെയും അതുപോലെയുള്ള മറ്റു തരത്തിലുള്ള ശിർക്കിന്റെ ചിഹ്നങ്ങളെയും അതിൽ നിന്ന് നിശേഷം നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ജനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ പ്രദേശത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ നാട്ടുകാരായ ആളുകൾക്ക് ഭക്ഷണപദാർത്ഥങ്ങളും കായ്ക്കനികളും സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യം നീ ഉണ്ടാക്കണമേ എന്ന അള്ളാഹുവിന്റെ പ്രാർത്ഥനയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. അങ്ങനെ അതിന്റേതായ ഒരു പ്രത്യക്ഷമായ രീതിയാണ് നാം ഓരോ സന്ദർഭങ്ങളിലും ഓരോ ഹജ്ജ് വേളകളിലും നടക്കുന്നതായി നാം അനുഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ മഹത്തായ കർമ്മത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട മുസ്ലിം സഹോദരന്മാർ തീർച്ചയായും മഹത്തായ ഒരു കർമ്മമാണ്, അനുഗ്രഹീതമായ ഒരു കർമ്മമാണ് നിർവഹിക്കാൻ പോകുന്നത്. അവർ ലോക മുസ്ലിമീങ്ങളുടെ ഒരു പരിച്ഛേദമാണ്, ലോക മുസ്ലിമീങ്ങളുടെ ഒരു പ്രതിനിധികൾ എന്നുള്ള രൂപത്തിലാണ് അവിടെ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ മുസ്ലിം സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥനകൾ ഏറ്റവുമേറെ സ്വീകരിക്കപ്പെടുന്ന പരിശുദ്ധമായ പ്രദേശങ്ങളിൽ പ്രത്യേകമായി അവർ പ്രാർത്ഥന നടത്തുകയും, നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ നിലവിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ലഘൂകരിക്കുവാനും ദൂരീകരിക്കുവാനും വേണ്ടി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഉമ്മത്തും മുസ്ലിമ എന്ന ആ മഹത്തായ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അയ്യുഹൻ നാസ് ഊസികും ഇബാദല്ലാഹി ബിതഖ്വല്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ റബ്ബനാ ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ اللهم يسر أمورنا وقض حاجاتنا وآمن روعاتنا واستر عوراتنا واشف أمراضنا وعاف مرضانا يا أرحم الراحمين اللهم اجعل في قلوبنا نورا اللهم اجعل في قلوبنا نورا اللهم اغفر لنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم برحمتك يا أرحم الراحمين صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.